സാറേ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഇത്തവണ ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ആ സമയത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെയാണ് കേട്ടത്. ഇപ്പോൾ ശരത് പവാറും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന സഖ്യം അവർക്ക് 160 സീറ്റ് വരെ നേടാൻ കഴിയുമെന്നും അങ്ങനെ ഭരണം നമുക്ക് പിടിച്ചെടുക്കാമെന്നുള്ള വാഗ്ദാനവുമായി രണ്ടുപേർ അവരുടെ മുന്നിലേക്ക് വരുന്നു. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അത് സത്യമായിരിക്കുമോ? അല്ല, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശരത് പവാറും രാഹുൽ ഗാന്ധിയും ഹരിശ്ചന്ദ്രൻ്റെ ആത്മാവിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു എന്നുള്ള കാര്യം ഇത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം അതുവരെ എനിക്കത് അറിയില്ലായിരുന്നു. ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണ്. അതെ. കാരണം അഴിമതി നടത്തുന്നതും ആ അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുന്നതും ആ പണം ഉപയോഗിച്ച് രാഷ്ട്രീയം മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലും ശരത് പവാർ മഹാരാഷ്ട്ര കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂക്കഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. മഹാരാഷ്ട്ര മാത്രമാണ് ഇന്ത്യ കണ്ടിട്ടുള്ള അല്ല, എന്നാലും മഹാരാഷ്ട്ര വിശേഷിച്ചു അയാൾക്ക്. കാരണം എന്താ വെച്ചാൽ മഹാരാഷ്ട്രയിലെ പഞ്ചസാര മില്ലാണ് പുള്ളിയുടെ ഈ സോഴ്സ്, ആദിമ സോഴ്സ്. അവിടുത്തെ പഞ്ചസാര ഫാക്ടറിയും അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടാക്കുകയും അതിൻ്റെ കോഓപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്നാണ് ശരത് പവാർ ഇന്ന് കാണുന്ന ശതകോടീശ്വരനായി മാറിയിട്ടുള്ളത്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ വേറെ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. സോഷ്യലിസം വരണം, ജനാധിപത്യം സംരക്ഷിക്കണം, മതേതരത്വം വേണം എന്നീ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു എന്നല്ലാണ്ട് വേറെ പണിയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ പണിയെടുക്കാതെ ഇത്രയേറെ പണം അദ്ദേഹം ഉണ്ടാക്കിയത് ഈ രാഷ്ട്രീയ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ തനിക്ക് 160 സീറ്റ് നേടിത്തരാമെന്ന് പറഞ്ഞ് ആരോ രണ്ടുപേര് സമീപിച്ചു എന്നാണ് പറയണം. ഇത് തന്നെ എന്തൊരു ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങേരെ പോലുള്ള ഒരാൾ, അങ്ങേര് കേന്ദ്രമന്ത്രിയായിരുന്നു, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു, ദീർഘകാലമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് ഇപ്പോൾ മകളെ ഇനി അടുത്ത പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച കൃതഹസ്തനായ ഒരു പിതാവ് കൂടിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ വിജയം, തനിക്ക് 160 സീറ്റ് നേടിത്തരാമെന്ന് പറഞ്ഞവരെ താൻ അവഗണിച്ചു എന്ന ഉത്തരവാദിത്വ ശൂന്യമായ പ്രസ്താവന ഇങ്ങനെ പോലുള്ള ഒരാളിറക്കിയത് മഹാചറ്റത്തരമായി പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. പക്ഷെ രാഷ്ട്രീയ തന്ത്രമായിക്കൂടെ അത്? രാഷ്ട്രീയ തന്ത്രം അത് എന്ത് തന്ത്രമാണ്? ആ തന്ത്രത്തിന് മറ്റൊരു വാക്കുകൂടിയുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം പരസ്യമായിട്ട് നമ്മളത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. അത്തരത്തിലുള്ള പിതൃശൂന്യമായ പ്രസ്താവനകൾ ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയക്കാർ ഇറക്കാൻ പാടില്ല. അല്ലെങ്കിൽ ശരത് പവാർ പറയട്ടെ, അതെ ഇന്ന 2 പേരാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറയട്ടെ. അവർക്ക് പേരില്ലേ? അവർക്ക് ഊരില്ലേ? പേരും ഊരും ഇല്ലാത്തവരല്ലല്ലോ. പേരും ഊരുമുള്ള ഈ 2 പേര് എങ്ങനെയാണ് ഇദ്ദേഹത്തെ മാത്രം സമീപിക്കാൻ ചെന്നത്? എങ്ങനെയാണ്? വേറെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തെ മാത്രം. അപ്പോൾ ഇദ്ദേഹം അതിന് വൾണറബിളായിട്ടുള്ള ഒരാളാണ്, വൾണറബിളാണ്, വഴങ്ങും എന്നുറപ്പുണ്ടായിട്ടാണ് ചെന്നേക്കണം, അല്ലാത്തവർ ചെല്ലില്ലല്ലോ. അപ്പോൾ അങ്ങനെ വഴങ്ങും എന്നുറപ്പുള്ളവർ ചെന്നിട്ടും താൻ വഴങ്ങാതിരുന്നത് കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാരണവും കൂടി അദ്ദേഹം പറയണം. അപ്പോൾ അതുകൊണ്ട് ശരത് പവാർ ഇതാരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയണം. ഇനി നമുക്ക് ശരത് പവാറിൻ്റെ കൂടെയുള്ള മറ്റൊരു മഹാനായ രാഹുലിലേക്ക് വരാം. രാഹുൽ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇതാണല്ലോ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം ഉണ്ടായിരുന്നു. സമ്പൂർണമായി കുറ്റമറ്റ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഇനി ഉണ്ടാകേണ്ടിയിരിക്കേണ്ട ഒന്നാണ്. നമുക്കിവിടെ അറിയാം, ചത്തുപോയവരുടെ പേരുണ്ടാകും. നമ്മുടെ നാട്ടിലെ കാര്യമാണ് ഞാനീ പറയണം. നാട് വിട്ടുപോയവരുടെ പേരുണ്ടാകും, വിദേശത്ത് ജോലിക്ക് പോയവരുടെ പേരുണ്ടാകും. ഇതൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ നിയമത്തിലുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നിയമം അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ നിയമം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടെ ഒരു തിരുത്തു വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2006 ഇല്ല. 2006 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ MPയോ MLAയോ ആയിക്കഴിഞ്ഞാൽ
മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ കെ വി തോമസ് മാഷൊക്കെ അതുകൊണ്ടാണ് MP MLA ഒക്കെ ആയിരുന്ന പീരീഡിൽ ലീവ് എടുത്ത് പോകുന്നത്. കാരണം ഇവിടെ നിന്ന് കാശ് വാങ്ങിക്കാൻ പാടില്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല. ആ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമം മുൻകാല പ്രാബല്യത്തോടെ 2006 അമെൻമെൻറ്റ് ചെയ്തു, ഭേദഗതി ചെയ്തു. ആർക്ക് വേണ്ടിയായിരുന്നു അറിയാമോ? സോണിയാഗാന്ധിക്ക് വേണ്ടി. അവർക്ക് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് സ്വീകരിക്കുന്നതിനുള്ള അവകാശം മുൻകാല പ്രാബല്യത്തോടെ കിട്ടുന്നതിന് വേണ്ടി അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവർ. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. ഞാൻ ഈ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകുന്നത് കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ നിയമം മാറ്റുകയാണ് കോൺഗ്രസ് ഒന്ന് മാറ്റി 2006. അതിന് മുമ്പ് മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? മുമ്പ് മാറ്റിയിട്ടുണ്ടാകണം. പക്ഷെ അന്ന് ഇതൊന്നും അത്ര ഗൗരവത്തിൽ ആരും കരുതിയില്ല. പിന്നെ MLA മാരൊക്കെ അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ വരട്ടെ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് കരുതി കാണും. ആ കൂട്ടുകച്ചവടത്തിൽ പങ്കാളിയാണ്. കാരണം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലേ, വന്നോട്ടെ നമുക്കും അതിനകത്ത് വരുമല്ലോ എന്ന് പറയുക. 59 മുതലാണ് അതിന് മുൻകാല പ്രാബല്യം കൊടുത്തത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നേരത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ശിക്ഷയിൽ നിന്നും സോണിയാഗാന്ധി ഒഴിവായത്. ഈ ഒരു പാരമ്പര്യം കൊണ്ടാണ് ഈ തനിക്ക് നിയമം, ഇന്ത്യയിലെ ഒരു നിയമവും ബാധകമല്ല എന്ന വിശ്വാസത്തിൽ രാഹുൽ ഗാന്ധി എത്തിയത്. കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ മുഴുവനും സോണിയക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ച് വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനൊരു സംവിധാനമുണ്ട്, അതിൻ്റെ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമമുണ്ട്, ചട്ടമുണ്ട്. ആ ചട്ടം അനുസരിച്ചിട്ട് നിശ്ചിത ഫോറത്തിൽ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. ആ നിശ്ചിത ഫോറത്തിൽ ഇത് പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ തെളിവും കിട്ടിക്കഴിഞ്ഞാൽ, ആ തെളിവ് എന്തൊക്കെ വേണം? നിങ്ങൾ 6 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നവനാണ് എന്ന് ആ വീട്ടുടമ സർട്ടിഫൈ ചെയ്യണം. ഇങ്ങനൊരു വീട്ടുടമ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഒരാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷന് അതുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് നോക്കും. ജനന മരണ രജിസ്റ്ററുകൾ പരിശോധിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇവർക്ക് കൊണ്ടേ കൊടുത്തോളണം. അത് നോക്കിയിട്ട് ഇത് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈ വോട്ടർ പട്ടികയുടെ കരടാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. ആ കരട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കൊടുക്കും. ഓരോ അസംബ്ലി സെഗ്മെൻറ്റിലും അത് കൊടുക്കും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതെടുത്തിട്ട് വിഭജിച്ച് കൊടുത്തിട്ട് ഓരോരുത്തരെ കൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിപ്പിക്കും. പരിശോധിപ്പിച്ചിട്ട് ആളുകളെ ഡിലീറ്റ് ചെയ്യുന്നവരെ ഡിലീറ്റ് ചെയ്യാൻ, ഇൻക്ലൂഡ് ചെയ്യേണ്ടവരെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിന് നമ്മുടെ നാട്ടിൽ നിയമമുണ്ടല്ലോ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, അതിൽ ഫോം നമ്പർ 7 ആളാണത് കൊടുക്കേണ്ടത്, ഡിലീഷന് കൊടുക്കേണ്ടത്. അതിൻ്റെ ചട്ടം അനുസരിച്ച് 7ാം നമ്പർ ഫോറത്തിൽ നിങ്ങൾക്ക് പേരുവിവരങ്ങളെല്ലാം കൊടുക്കാം. ഇനി എൻ്റെ ചോദ്യം, 24-ലാണല്ലോ സംഭവിക്കണം. അതെ, 24-ൽ കർണാടക ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 3 ഇലക്ഷൻ കമ്മീഷണർമാരും അതിനകത്തുള്ള ഒരു 100 സ്റ്റാഫും മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ആരെ വെച്ചുകൊണ്ടാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരാ നിയമിച്ചിരിക്കുന്നത്? അതാത് ഗവൺമെൻറ്റാണ്. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നിയമിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചുകൊണ്ട് എന്തിൽ തിരിമറി നടത്തി? വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തി എന്നാണല്ലോ ഈ പറയണ. അതെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ചെയ്തേക്കണം, വേറെ ആരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളതിനകത്ത് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് 2 സ്ഥലത്ത് നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റവാളിയാണ്. അല്ലാതെ നിങ്ങളല്ല അത് ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുക്കും. എനിക്ക് മറ്റെങ്ങും വോട്ടില്ല, ഇവിടെ മാത്രമേ വോട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുക്കും. ആ വ്യാജ സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാം. പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വ്യാജ സത്യവാങ്മൂലമാണോ അല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത്
ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അവിടുത്തെ മന്ത്രിയുടെ ഒത്താശയോടുകൂടി വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തി എന്നാണ് രാഹുൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലെങ്കിൽ ഇവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാമല്ലോ. അതെ, ഒബ്ജക്റ്റ് ചെയ്യാം. ഇനി ഒരു സ്ഥലത്ത് 80 പേര് വന്നു എന്നുള്ളതാണ്. 80 പേര്, ആ 80 പേര് വന്നു എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം അവർ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യും? പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടിടം ഉടമയായ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതാര് വെരിഫൈ ചെയ്യണം? പഞ്ചായത്തുകാർ വെരിഫൈ ചെയ്യണം, വില്ലേജുകാർ വെരിഫൈ ചെയ്യണം. വില്ലേജും പഞ്ചായത്തും വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ഈ 80 പേരെ ചേർത്തേക്കണത്. ആ വില്ലേജ് സ്റ്റാഫിനെയും പഞ്ചായത്ത് സ്റ്റാഫിനെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ വർക്ക് ചെയ്തത്. അല്ലാതെ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലെ മറിമായം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനം? ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ? അത് ചെയ്തില്ല. അതല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒബ്ജക്ഷൻ ഉന്നയിക്കാനല്ല, നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്. നിങ്ങൾക്ക് ആ അവസരത്തിൽ ഉന്നയിക്കാം. ആ അവസരത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? നിങ്ങൾ അവിടുത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയാണെന്നാണല്ലോ പറയണത്. ജനങ്ങളെല്ലാം ക്യൂ നിന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ പ്രവർത്തകരുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ട അടിസ്ഥാന ജോലി എന്തുകൊണ്ട് നിർവഹിച്ചില്ല? 1. 2, വ്യാജ ID കൊടുത്തു നോക്ക്. ഇത് വ്യാജ ID ആണെന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ടേ? വേണം. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവരെയും അറിയില്ലല്ലോ. ആ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവരെയും അറിയാത്തത് കൊണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ അനധികൃതമായി ചേർക്കപ്പെടാമെന്നുള്ളത് കൊണ്ടുമാണ് ജനങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയും അതിനകത്ത് മാറ്റേണ്ടവരെ മാറ്റാനും കൂട്ടിച്ചേർക്കേണ്ടവരെ കൂട്ടിച്ചേർക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുന്നത്. ആ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയും ഇലക്ഷനും കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ ഇലക്ഷൻ ബോഗസ് ആണ് എന്ന് പറഞ്ഞ് വരികയും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു പണിയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി ചെയ്യുന്നു? കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനാപരമായ മുഴുവൻ സ്ഥാപനങ്ങളും ശരിയല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അതെ. ഇരുന്ന കൊമ്പല്ലേ മുറിച്ചത്? ഇദ്ദേഹം ചോദിക്കേണ്ടത് ആരോടാണ്? ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് സിദ്ധരാമയ്യയുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ? ഖാർഗെ അല്ല, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയോടും ശിവകുമാറിനോടും വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിച്ചത്, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? ആളില്ല എങ്കിൽ ആളില്ല എന്നുള്ള കാര്യം പറയണ്ടേ? അവസരം കിട്ടിയപ്പോൾ എടുത്ത് ചടിക്കുക എന്നുള്ളത് അല്ലല്ല, അതല്ല, അതത്ര ലളിതമല്ല. അവസരം കിട്ടിയപ്പോൾ എടുത്ത് അടിക്കുന്നതല്ല. ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് 2 പേര് മുന്നിൽ വന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, തനിക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള എളുപ്പമാർഗങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നോ? വെറുതെ ഒരാൾ വരില്ലല്ലോ. ഒരാൾ വന്നിട്ട് നിങ്ങൾക്കിങ്ങനെ ആകാനുള്ള താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലല്ലേ വരുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്തും പ്രധാനമന്ത്രി ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നോ? 1, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകയിൽ ആ കർണാടകയിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാർക്കും ഇതിൽ പങ്കില്ല എന്ന് അദ്ദേഹം എങ്ങനെ പറയും? അവരല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഇനി
ഇദ്ദേഹത്തിൻ്റെ ശക്തമായ പാർട്ടിയും ആ പാർട്ടിയുടെ പ്രവർത്തകരും ഇത് പരിശോധിച്ചിട്ട് എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല? അപ്പോൾ അന്നൊന്നും പരാതി പറയാതെ ഇന്ന് ഈ പരാതിയുമായിട്ട് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തകർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർബലമാക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഇതേ നീക്കമാണ് ബംഗ്ലാദേശിലും എടുത്തത്. അപ്പോൾ ബംഗ്ലാദേശിൽ ജോർജ് സോറോസ് എടുത്ത നടപടിയുടെ ഒരേ കാര്യം തന്നെ ഇവിടെ ചെയ്യുകയാണ്. കോടതികളില്ലാതാക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതാക്കുക, പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ അരാജകത്വമാണെന്ന് വരുത്തി തീർക്കുക. അരാജകത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. ഇത്രയും ഉത്തരവാദിത്വ ശൂന്യനായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് പണിയെടുക്കുകയല്ലേ ചെയ്യാറുള്ളത്? വ്യാജ ലിസ്റ്റാണെന്ന് ഇത് വ്യാജ ലിസ്റ്റാണെന്ന് പറയില്ലേ? ഒരാളൊരു വ്യാജൻ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോളിംഗ് ഏജൻ്റ് ഇരിക്കുന്നില്ലേ? പോളിംഗ് ഏജൻ്റ് ഒബ്ജക്റ്റ് ചെയ്യില്ലേ? ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി സുശക്തമായ നിയമവും ചട്ടവും നിലനിൽക്കെ ആ നിയമവും ചട്ടവും അനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ അവിടവും കഴിഞ്ഞ് അമരവും കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ട് ഇതാ ഇവിടെ ഭയങ്കരമായി സംഭവിച്ചിരിക്കുന്നു, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ്, എന്നിട്ടത് മാത്രവുമല്ല ഒരു മൈക്കും പിടിച്ചുകൊണ്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, ഏതോ PR ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന വിഡ്ഢിത്തങ്ങളും ജയറാം രമേശിനെ പോലെയും KC വേണുഗോപാലിനെ പോലെയുള്ള ഉപദേഷ്ടകന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ട് ഒരു രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വില അദ്ദേഹം കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഈ രാജ്യം അത് പൊറുക്കില്ല. ഈ രാജ്യത്തിന് അതിൻ്റെ ഒരു മഹത്തായ സംസ്കാരമുണ്ട്. ഒരു ഇറ്റാലിയൻ പൗരന് അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ അത് മനസ്സിലാകുന്ന കോടാനുകോടി ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.